40 രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഒന്നിച്ചിറങ്ങുന്നു. ഇത്രയും നാൾ ഹോർമൂസ് തുറപ്പുചീട്ടാക്കി വെച്ചിരുന്ന ഇറാൻ ആകട്ടെ ഇനിയും ഒറ്റയ്ക്ക് പൊരുതാൻ ആകില്ല. ഉടനടി തന്നെ ഹോർമൂസ് തുറന്നു നൽകണമെന്ന ആവശ്യമാണിപ്പോൾ ബ്രിട്ടനും ഫ്രാൻസും ഉയർത്തിയിരിക്കുന്നത്. ഇതിനായി തന്നെ ഇവർ 40 രാജ്യങ്ങളിലെ നേതാക്കന്മാരുമായി തന്നെ ഒരു വെർച്വൽ മീറ്റിംഗ് സംഘടിപ്പിക്കുകയാണ് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അതായത് ഇതിന്റെ ഭാഗമായി ലോക നേതാക്കളുടെ അടിയന്തര ഉച്ചകോടി സംഘടിപ്പിക്കാൻ നീക്കങ്ങൾ നടക്കുന്നതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഹോർമൂസുമായി ബന്ധപ്പെട്ട എല്ലാവിധ പ്രവർത്തനങ്ങളും നിരീക്ഷിച്ചതിനു ശേഷമായിരിക്കും ഇതിന്മേൽ തീരുമാനമെടുക്കുക എന്നതാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. 40 രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കൾ പങ്കെടുക്കുന്ന ഈ വെർച്വൽ യോഗത്തിൽ ഇറാൻ പ്രഖ്യാപിച്ച വെടിനിർത്തൽ അത് നിലനിൽക്കുന്നതിനെ കുറിച്ചും അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനെ കുറിച്ചും വിശദമായ ചർച്ചകൾ നടക്കും. മാത്രമല്ല, ഇപ്പോൾ US പ്രസിഡന്റ് ഏർപ്പെടുത്തിയ ഉപരോധവും ഇതിൽ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. കടലിടുക്ക് തുറക്കുന്നതിനായി തന്നെ ഒരു പ്രത്യേക അന്താരാഷ്ട്ര ദൗത്യ സംഘത്തെ രൂപീകരിക്കുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കിയിരുന്നു. പ്രതിരോധത്തിന് മാത്രം ഊന്നൽ നൽകുന്ന ഈ ദൗത്യത്തിൽ ഈ ഒരു സാഹചര്യം അനുകൂലമാകുന്ന മുറയ്ക്ക് തന്നെ വിവിധ രാജ്യങ്ങളുടെ സംയുക്ത സൈനിക സേനയെ വിന്യസിപ്പിക്കുകയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ ആകട്ടെ, അതോടൊപ്പം തന്നെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ജർമ്മൻ ചാൻസലർ ഫെഡറിക് മെൻസ് എന്നിവർ ഈ പരിപാടിയിൽ വെച്ച് തന്നെ ഇതിൽ വെച്ച് തന്നെ ഈ ഉച്ചകോടിക്ക് നേതൃത്വം നൽകുമെന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ആഗോള ഊർജ വിപണിയുടെയും വ്യാപാരത്തിന്റെയും സുഗമമായ ഒഴുക്കിന് ഹോർമൂസ് കടലിടുക്ക് ഉപാധികളില്ലാതെ തന്നെ തുറന്നു കൊടുക്കേണ്ടത് ലോകത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്നതാണ് കീർ സ്റ്റാമർ ഈ ഉച്ചകോടിയിൽ വ്യക്തമാക്കുന്നത്. കടൽ തട്ടിലെ മൈനുകൾ നീക്കം ചെയ്യുന്നതിനും വാണിജ്യ കപ്പലുകൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ആ സഹായങ്ങൾ ബ്രിട്ടൻ വാഗ്ദാനം ചെയ്യും. കപ്പൽ ഗതാഗതം സുരക്ഷിതമാക്കുന്നതിനായി തന്നെ മൈൻ ക്ലിയറൻസ് കപ്പലുകളെയും നിരീക്ഷണ സംവിധാനങ്ങളെയും അവിടെ വിട്ടുനിൽക്കാൻ തയ്യാറാണ് എന്ന് ജർമ്മനി പോലും അറിയിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര സമുദ്ര സംഘടനയുടെ മേൽനോട്ടത്തിൽ കപ്പലുകളുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടികളും ഉച്ചകോടിയിൽ പ്രധാന വിഷയമാകുമെന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിൽ ആഗോള സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനുള്ള ഏറ്റവും വലിയ നയതന്ത്ര നീക്കമാണ് ഈ ഉച്ചകോടി വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.